So next we can see cancer. എന്താണ് cancer? Cancer is an abnormal and uncontrolled multiplication of cells resulting in the formation of tumor. അപ്പോൾ അബ്നോർമലും അൺകൺട്രോൾഡ് ആയിട്ടുള്ള സെൽസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ കാരണം ഒരു ട്യൂമർ ഫോം ചെയ്യുന്നു. ട്യൂമർ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് സെൽസ് ഫോം ചെയ്യുന്നു. അതാണ് ക്യാൻസർ എന്ന് പറയാം നമ്മൾ. അപ്പോൾ നോർമൽ സെൽസ് മൾട്ടിപ്ലൈ ചെയ്യാൻ നോർമലി ആയിരിക്കും, ഒരു കൺട്രോൾഡ് മാനറിലായിരിക്കും. പക്ഷേ ഈ സെൽസിന് ആ ഒരു രീതി നഷ്ടപ്പെടുന്നു. ആൻഡ് വാട്ട് ഇസ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്? എന്താണ്? നോർമൽ സെൽസിന് ദേ ഷോ എ കോണ്ടാക്ട് ഇൻഹിബിഷൻ. നോർമൽ സെൽസിന് ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് കോണ്ടാക്ട് ഇൻഹിബിഷൻ. What is contact inhibition? The contact with the other cells inhibits their uncontrolled growth. നോർമൽ സെല്ല് അടുത്ത സെല്ല് അതിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അൺകൺട്രോൾഡ് ഗ്രോത്ത് തടസ്സപ്പെടുത്തുന്നു. അപ്പം നോർമലായിട്ട് വളരും, അവിടെ ആ സെല്ലിന് വേറെ മൾട്ടിപ്ലിക്കേഷൻസ് നടക്കില്ല. പക്ഷെ ക്യാൻസർ സെൽസ് ഡു നോട്ട് ഹാവ് ദിസ് പ്രോപ്പർട്ടി. നോർമൽ സെൽസിനുള്ള കോണ്ടാക്ട് ഇൻഹിബിഷൻ എന്ന പ്രോപ്പർട്ടി ക്യാൻസർ സെൽസിന് ഇല്ല. അതുകൊണ്ടാണ് അവർ അൺകൺട്രോൾഡ് ഗ്രോത്ത് കാണിച്ച് ഒരു സെല്ല് വരേണ്ട സ്ഥലത്ത് ഒരു മാസ് ഓഫ് സെൽസ് അല്ലെങ്കിൽ ട്യൂമർ ഫോം ചെയ്യുന്നത്. ആ ട്യൂമർ വായിലുള്ള ട്യൂമറാണ് ഈ ഫോട്ടോ. ട്യൂമർ ബോഡിയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തതാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഒരു സെല്ലിന് പകരം ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് അവിടെ ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ വാട്ട് ആർ ദ ടു ടൈപ്സ് ഓഫ് ട്യൂമേഴ്സ്? രണ്ട് തരം ട്യൂമേഴ്സ് ഉണ്ട്: ബിനൈൻ ട്യൂമേഴ്സ് ആൻഡ് മാലിഗ്നന്റ് ട്യൂമേഴ്സ്. ബിനൈൻ ആൻഡ് മാലിഗ്നന്റ് ട്യൂമേഴ്സ്. So first we can see what is benign tumors. Confined to the place of its origin. Benign tumors എവിടെയാണോ ആ ട്യൂമർ ഫോം ചെയ്യുന്നത് ആ സ്ഥലത്ത് മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കും. അതിൻ്റെ അർത്ഥം അത് വേറെ സ്ഥലത്തേക്കൊന്നും സ്പ്രെഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് വളരെ കുറച്ച് ഡേഞ്ചറസ് ആണ്. അതായത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത ഒരു ട്യൂമറാണ് ബിനൈൻ ട്യൂമർ. സോ ഇറ്റ് കോസ് ലിറ്റിൽ ഡാമേജ്, വെരി ലെസ് ഡാമേജ് അല്ലേ, വളരെ കുറവ് ഡാമേജേ ഉണ്ടാക്കുള്ളൂ ബിനൈൻ ട്യൂമേഴ്സ്. ബിനൈൻ ട്യൂമേഴ്സിൻ്റെ പ്രത്യേകത അത് എവിടെയാണോ ഉണ്ടാവുന്നത് അവിടെ മാത്രം നിൽക്കുകയാണ്, വേറെ സ്ഥലത്തേക്ക് അത് സ്പ്രെഡ് ചെയ്യുന്നില്ല. അങ്ങനത്തെ ട്യൂമേഴ്സിന് നമ്മൾ ബിനൈൻ ട്യൂമേഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് കാണിച്ചിട്ടുണ്ട്, കണ്ടോ? ചെറിയ ചെറിയ മുഴകൾ, വായയുടെ ഉള്ളിൽ കാണുന്ന ചില ചെറിയ ചെറിയ മുഴകളാണ്. അത് അവിടെ മാത്രമേ ഉള്ളൂ, അവിടെ നിന്ന് സ്പ്രെഡ് ആവുന്നൊന്നുമില്ല. അങ്ങനത്തെ ട്യൂമേഴ്സിനെ ബിനൈൻ ട്യൂമേഴ്സ് എന്ന് പറയുന്നു. ദെൻ മാലിഗ്നന്റ് ട്യൂമേഴ്സ്. എന്താണ് മാലിഗ്നന്റ് ട്യൂമേഴ്സ്? മാസ് ഓഫ് proliferating cells that grow rapidly invade and damage the surrounding normal tissues. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് പെട്ടെന്ന് വളരുന്ന, അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും അറ്റാക്ക് ചെയ്യുന്ന, പെട്ടെന്ന് എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് സെൽസ്, അത് നോർമൽ ടിഷ്യൂസിനെ, ഒരു സെല്ല് അങ്ങനെ ആയി തുടങ്ങിയാൽ അതിന് സറൗണ്ടിങ് നോർമൽ ടിഷ്യൂസിനൊക്കെ പെട്ടെന്ന് അത് ഡാമേജ് ചെയ്യും. ഡ്യൂ ടു ആക്റ്റീവ് ഡിവിഷൻ ആൻഡ് ഗ്രോത്ത്. അപ്പോൾ ബിനൈൻ ട്യൂമേഴ്സിനേക്കാളും വളരെ ആക്റ്റീവായിട്ട് ഇതിന് ഡിവിഷനും ഗ്രോത്തും നടക്കും. സോ ഡ്യൂ ടു ആക്റ്റീവ് ഡിവിഷൻ ആൻഡ് ഗ്രോത്ത് they starve normal cells by competing for nutrients. അപ്പോൾ ഇത് വളരെ ആക്റ്റീവായിട്ട് ഡിവിഷൻ നടക്കുക, ഗ്രോത്ത് നടക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ നടക്കണമെങ്കിൽ അവിടെ ന്യൂട്രിയൻസ് ആവശ്യമുണ്ട് അല്ലേ? ഈ ന്യൂട്രിയൻസ് നോർമൽ സെൽസിന് കിട്ടേണ്ട ന്യൂട്രിയൻസും കൂടി ഈ സെൽസ് യൂസ് ചെയ്യുന്നു, ഈ ട്യൂമേഴ്സ് യൂസ് ചെയ്യുന്നു. സെൽസ് സ്ലോഡ് ഫ്രം ട്യൂമേഴ്സ് റീച്ച് അതർ സൈറ്റ്സ് വയ ബ്ലഡ് വേർ ദേ ഫോം എ ന്യൂ ട്യൂമർ. ദിസ് ഇസ് കോൾഡ് മെറ്റാസ്റ്റാസിസ്. അപ്പോൾ ട്യൂമേഴ്സ് ഫോം ചെയ്തിട്ട് ആ സെൽസ്, ട്യൂമറസ് ആയിട്ടുള്ള സെൽസ് എന്ത് ചെയ്യും? അവിടെ നിന്ന് ഡിറ്റാച്ച് ചെയ്ത്, അവിടെ നിന്ന് സെപ്പറേറ്റഡ് ആയി ബ്ലഡ് വഴി, ബ്ലഡ് നമ്മുടെ ന്യൂട്രിയൻസും ഓക്സിജനും ഗ്യാസസ് ഒക്കെ ക്യാരി ചെയ്യുന്ന പോലെ ഈ സെൽസ് ബ്ലഡ് വഴി വേറെ സ്ഥലത്തേക്ക് എത്തി അവിടെയും ട്യൂമർ ഫോം ചെയ്യും. അപ്പം ഈ സ്പ്രെഡിങ് അല്ലെങ്കിൽ ഈ പ്രോസസ്സിനെയാണ് മെറ്റാസ്റ്റാസിസ് എന്ന് പറയുന്നത്. മെറ്റാസ്റ്റാസിസ് മാലിഗ്നന്റ് ട്യൂമേഴ്സ് മാത്രമേ കാണിക്കുള്ളൂ. മാലിഗ്നന്റ് ട്യൂമേഴ്സ് വെൻ കമ്പയർ ടു ബിനൈൻ ട്യൂമേഴ്സ് അവർ വളരെ ആക്റ്റീവായിട്ട് ഡിവിഷൻ നടക്കും, പെട്ടെന്ന് അത് വളർച്ചയും നടക്കും. അതുമാത്രമല്ല അത് മറ്റ് സ്ഥലങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന ട്യൂമേഴ്സാണ്. അപ്പോൾ സ്പ്രെഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് മെറ്റാസ്റ്റാസിസ് എന്ന് പറയുക. ദെൻ കാർസിനോജൻസ്. എന്താണ് കാർസിനോജൻസ്? ക്യാൻസർ കോസിങ് ഏജൻസ്. എന്തൊക്കെയാണോ ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യത അതിനെയൊക്കെ നമ്മൾ കാർസിനോജൻസ് എന്ന് പറയുന്നു. അപ്പോൾ ഈ ക്യാൻസർ കോസിങ് ഏജൻസിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: ഫിസിക്കൽ ഏജൻസ്, കെമിക്കൽ ഏജൻസ്, ബയോളജിക്കൽ ഏജൻസ്. വാട്ട് ആർ ഫിസിക്കൽ ഏജൻസ്? എന്തൊക്കെയാണ് ഫിസിക്കൽ ഏജൻസ്? അയണൈസിങ് റേഡിയേഷൻസ് ലൈക്ക് എക്സ്റേസ്, ഗാമ റേസ് ആൻഡ് നോൺ അയണൈസിങ് റേഡിയേഷൻസ് ലൈക്ക് UV, അൾട്രാ വയലറ്റ് റേസ്. ഇതൊക്കെ ഫിസിക്കൽ ഏജൻസ് ആണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പ്രഗ്നൻ്റ് ആയ ലേഡീസിനെ അധികം സ്കാൻ ചെയ്യരുത്, എക്സ്റേസ് ചെയ്യരുതെന്നൊക്കെ പറയാനുള്ള ഒരു കാരണം ഇതൊക്കെ ഒരു രീതിയിൽ ബോഡിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതകളുണ്ട്. അപ്പോൾ അത്യാവശ്യമുള്ള സമയത്ത് മാത്രമേ അതൊക്കെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ.
അപ്പോൾ പക്ഷെ ഡിപ്പെൻസ്, പല ബോഡിയിലും പല രീതിയിലാണ് റെസ്പോണ്ട് ചെയ്യുക. ചിലരുടെ ബോഡിയിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഉണ്ടാവണമെന്നില്ല. പക്ഷെ എക്സ്റേസും ഗാമ റേസും അൾട്രാ വയലറ്റ് റേസും ഒക്കെ ഒരു രീതിയിൽ ക്യാൻസർ കോസിങ് ഏജൻസ് ആണ്, അല്ലെങ്കിൽ കാഴ്സിനോജനിക് ആണ്. ദെൻ കെമിക്കൽ ഏജൻസ്, ടുബാക്കോ സ്മോക്ക് മേജർ കോസ് ഓഫ് ലങ് ക്യാൻസർ. അപ്പോൾ പുകവലിക്കരുത് എന്ന് പറയാനുള്ള കാരണം പുകയിൽ അടങ്ങിയിരിക്കുന്ന നിക്കോട്ടിൻ ആണ്. നിക്കോട്ടിൻ കോസസ് ക്യാൻസർ. അപ്പോൾ സെൽസിനെ ക്യാൻസറസ് ആക്കി മാറ്റാൻ സാധ്യതയുള്ള ഒരു ഏജന്റാണ് നിക്കോട്ടിൻ. അത് ലങ് ക്യാൻസറിന് വളരെയധികം കാരണമാവുന്നുണ്ട്. അതുകൊണ്ട് പുകവലി. ദെൻ വിനൈൽ ക്ലോറൈഡ്, പോളിവിനൈൽ ക്ലോറൈഡ്, നമ്മൾ PVC പൈപ്പൊക്കെ പറയില്ലേ, ആ വിനൈൽ ക്ലോറൈഡ്. അതുകൊണ്ടാണ് പ്ലാസ്റ്റിക് ഒന്നും കത്തിക്കരുതെന്ന് പറയാനായിട്ട് ഒരു കാരണം. പ്ലാസ്റ്റിക് ഒക്കെ പണ്ടൊക്കെ വീട്ടിൽ എളുപ്പത്തിന് കൂട്ടിയിട്ട് കത്തിക്കും. കത്തിച്ചു കഴിഞ്ഞാൽ വരുന്ന സ്മെല്ലും ഒക്കെ നമുക്ക് മനസ്സിലാവും. അത് വളരെ ഡേഞ്ചറസ് ആണ്. അത് ബോഡിയിൽ എല്ലാവർക്കും പ്രശ്നം ഉണ്ടാവണമെന്നില്ല, പക്ഷേ ഒരു പരിധി വരെ ഇതൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ദെൻ കഫീൻ, കോഫിയിൽ അടങ്ങിയിരിക്കുന്ന കഫീൻ. നിക്കോട്ടിൻ, അത് ടുബാക്കോയിൽ വരുന്ന നിക്കോട്ടിൻ, അല്ലെങ്കിൽ പുകയില ചവയ്ക്കുന്ന, പണ്ടൊക്കെ വെറ്റിലേക്ക് മുറുക്കാറുണ്ട്, ആ വെറ്റിലയുടെ കൂടെ പുകയിലയും കൂടി വെച്ചത് ഡേഞ്ചറസ് ആണ്. ദെൻ മസ്റ്റാർഡ് ഗ്യാസ്, ഇതെല്ലാം ക്യാൻസർ കോസിങ് ആയിട്ടുള്ള കെമിക്കൽ ഏജൻസ് ആണ്. ദെൻ വാട്ട് ആർ ബയോളജിക്കൽ ഏജൻസ്? ഓൺകോജനിക് വൈറസസ്, അതായത് ഓൺകോജീൻസ് എന്ന് പറഞ്ഞാൽ ക്യാൻസർ കോസിങ് ജീൻസിനെ ഓൺകോജീൻസ് എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുള്ള വൈറസസ് ഉണ്ട്, നിലവിലുണ്ട്. സെല്ലുലാർ ഓൺകോജീൻസ് ഓർ പ്രോട്ടോ ഓൺകോജീൻസ്, നമ്മുടെ ബോഡിയിലും ഓൺകോജീൻസ് ഉണ്ടാവും. പക്ഷേ എല്ലാവരുടെ ബോഡിയിൽ അത് ആക്ടിവേറ്റഡ് ആവണമെന്നില്ല. ആക്ടിവേറ്റഡ് ആവുമ്പോൾ ആ സെൽസ് ക്യാൻസറസ് ആയി മാറും. അപ്പോൾ ഓൺകോജനിക് വൈറസസ് ക്യാൻസർ ഉണ്ടാക്കും. സെല്ലിൽ കാണുന്ന ഓൺകോജീൻസ്, അതും when activated it can cause cancer. ഇതൊക്കെയാണ് കാഴ്സിനോജൻസ് അല്ലെങ്കിൽ ക്യാൻസർ കോസിങ് ഏജൻസ്. ദെൻ വാട്ട് ആർ ദ മെത്തേഡ്സ് ഫോർ ഡിറ്റക്ഷൻ ഓഫ് ക്യാൻസർ ആൻഡ് ഡയഗ്നോസിസ്? ക്യാൻസർ കണ്ടുപിടിക്കാനുള്ള വഴികൾ എന്തൊക്കെയാണ്? ബയോപ്സി, നമ്മൾ ഒരു ഭാഗത്ത് ക്യാൻസർ ഉണ്ടെങ്കിൽ നമ്മൾ ബയോപ്സിക്ക് അയച്ചു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അത് ലാബിലേക്ക് അയച്ച് കൾച്ചർ ചെയ്തൊക്കെ നോക്കും. ദെൻ ഇമേജിങ് ടെക്നിക്സ്, അതിൻ്റെ സ്കാനിങ്ങും പല തരത്തിലുള്ള CT സ്കാന് ഒക്കെ ചെയ്യും. ദെൻ യൂസ് ഓഫ് ആൻറ്റിബോഡീസ് വെച്ചിട്ട് ക്യാൻസർ കോസിങ് വൈറസസ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാം. മോളിക്കുലാർ ബയോളജി ടെക്നിക്സ് വഴിയും ക്യാൻസർ ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കും. സോ ഇൻ ഡീറ്റെയിൽ വി ക്യാൻ സീ വാട്ട് ഈസ് ബയോപ്സി. എന്താണ് ബയോപ്സി? എ തിൻ പീസ് ഓഫ് ദ സസ്പെക്റ്റഡ് ടിഷ്യൂ ഈസ് സ്റ്റെയിൻഡ് ആൻഡ് എക്സാമിൻഡ് അണ്ടർ മൈക്രോസ്കോപ്പ്. അപ്പോൾ ഏത് ഭാഗമാണോ ക്യാൻസറസ് ആണെന്ന് സംശയം വരുന്നത്, അതിനൊരു തിൻ ടിഷ്യൂ എടുത്തിട്ട് സ്റ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുള്ളൂ. സ്റ്റെയിൻ ചെയ്ത് മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ നോക്കും. ഇൻ കേസ് ഓഫ് ലുക്കീമിയ, ബയോപ്സി ആൻഡ് ഹിസ്റ്റോപെത്തോളജിക്കൽ സ്റ്റഡീസ്, ബ്ലഡ് ആൻഡ് ബോൺ മാരോ ടെസ്റ്റ് ഫോർ ഇൻക്രീസ്ഡ് സെൽ കൗണ്ട്സ്. ബ്ലഡും ബോൺ മാരോയും ടെസ്റ്റ് ചെയ്യും ലുക്കീമിയയുടെ കേസിൽ. അതങ്ങനെയാണെങ്കിൽ എണ്ണ അറിയാൻ പറ്റില്ല ലുക്കീമിയ. അപ്പോൾ സാധാരണ കേസിൽ ബയോപ്സി എന്ന് പറയുമ്പോൾ ആ ഭാഗത്തെ ഒരു ടിഷ്യൂ സ്റ്റെയിൻ ചെയ്ത് മൈക്രോസ്കോപ്പിൽ നോക്കിയാൽ അതിൻ്റെ വളർച്ച നോർമൽ ഗ്രോത്ത് ആണോ അല്ലയോ എന്ന് അറിയാൻ സാധിക്കും. ലുക്കീമിയയുടെ കേസിൽ ബ്ലഡും ബോൺ മാരോ ടെസ്റ്റുകളും നടത്തിയാലാണ് സെൽ കൗണ്ട്, അതായത് ബ്ലഡ് സെല്ല് ല്യൂക്കോസൈറ്റ്സിൻ്റെ കൗണ്ട് കൂടുക എന്നുള്ളതാണ് ലുക്കീമിയ. ല്യൂക്കോസൈറ്റ്സിൻ്റെ കൗണ്ട് കൂടിയോ എന്നുള്ളത് അറിയാൻ വേണ്ടി ടെസ്റ്റുകൾ നടത്തും. ദെൻ സെക്കൻഡ് മെത്തേഡ് ഈസ് ഇമേജിങ് ടെക്നിക്സ്. അത് റേഡിയോഗ്രഫി, എക്സ്റേസ് ഉപയോഗിച്ച് എക്സ്ട്രാ ഗ്രോത്ത് അല്ലെങ്കിൽ ട്യൂമേഴ്സ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാം. കമ്പ്യൂട്ടറൈസ്ഡ് ടോമോഗ്രഫി സ്കാൻ, CT സ്കാൻ എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോമാണ് കമ്പ്യൂട്ടറൈസ്ഡ് ടോമോഗ്രഫി സ്കാൻ. യൂസസ് എക്സ്റേസ് ടു ജനറേറ്റ് എ 3D ഇമേജ് ഓഫ് ദ ഇന്റേണൽസ് ഓഫ് എൻ ഒബ്ജക്ട്. ഏത് ഭാഗമാണോ നമുക്കൊന്ന് അതിൻ്റെ സ്കാൻ അറിയേണ്ടത്, കുറച്ചുകൂടി ക്ലാരിറ്റി ഉള്ള സ്കാനിങ് ആയിരിക്കും. അപ്പോൾ 3D ഇമേജ്, ആ ഇന്റേണൽ ആ ഭാഗത്തിൻ്റെ 3D ഇമേജ് കിട്ടും. MRI സ്കാൻ, MRI എന്ന് വെച്ചാൽ മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്, യൂസസ് മാഗ്നറ്റിക് ഫീൽഡ്സ് ആൻഡ് നോൺ അയണൈസിങ് റേഡിയേഷൻസ് ടു ഡിറ്റക്ട് ദ പെത്തോളജിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ ചേഞ്ചസ് ഇൻ ദ ലിവിങ് ടിഷ്യൂ. ലിവിങ് ടിഷ്യൂസിൽ ഉണ്ടാവുന്ന പെത്തോളജിക്കലും ഫിസിയോളജിക്കലായ ചേഞ്ചസ് അറിയാൻ വേണ്ടി മാഗ്നറ്റിക് ഫീൽഡ്സും നോൺ അയണൈസിങ് റേഡിയേഷൻസും ഉപയോഗിച്ച് അറിയുന്ന മെത്തേഡിനെയാണ് MRI എന്ന് പറയാം. അപ്പോൾ ഈ മെത്തേഡ് വഴിയും ക്യാൻസർ ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കും. MRI CT സ്കാനാണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഇതാണ്, ദിസ് ഇസ് MRI സ്കാനിങ്. ദെൻ യൂസ് ഓഫ് ആൻറ്റിബോഡീസ്. അപ്പോൾ ക്യാൻസർ സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിജൻസ് ഉണ്ടോ എന്നറിയാൻ വേണ്ടി ആൻറ്റിബോഡീസ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ സാധിക്കും. ദെൻ മോളിക്കുലർ ബയോളജി ടെക്നിക്സ് എന്ന് വെച്ചാൽ ക്യാൻസർ റിലേറ്റഡ് ജീൻസ്, ഓൺകോ ജീൻസ് ഒക്കെ ഉണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിച്ചാൽ അങ്ങനെയുള്ള ആളുകൾ കാഴ്സിനോജൻസ്, അതായത് ടുബാക്കോ സ്മോക്ക് ഒക്കെ അവോയ്ഡ് ചെയ്താൽ, അപ്പോൾ ഓൺകോ ജീൻസ് എല്ലാവരും എല്ലാ ബോഡിയിലും ഉണ്ടാവും, എല്ലാവരുടെ ശരീരത്തിലും ഉണ്ടാവും. പക്ഷേ ഈ ഓൺകോ ജീൻസ് എപ്പോഴും ക്യാൻസർ ഉണ്ടാക്കില്ല,
എപ്പോഴാണ് അതിന് ഫേവറബിൾ കണ്ടീഷൻസ് വരിക? ഫേവറബിൾ കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ നമ്മുടെ ബോഡിയിലേക്ക് എത്തുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ടുബാക്കോ സ്മോക്ക് വലിയൊരു ശതമാനം ക്യാൻസർ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഓൺകോജീൻസ് ഉള്ള ഒരാളാണ് എന്ന് മനസ്സിലായാൽ കാർസിനോജൻസ് അവോയ്ഡ് ചെയ്യാം, മാക്സിമം അവോയ്ഡ് ചെയ്യാൻ പറയും. അങ്ങനെയാണ് ഒരുവിധം കൺട്രോൾ ചെയ്യാനും ഒക്കെ സാധിക്കുക, കണ്ടുപിടിക്കാനൊക്കെ സാധിക്കുക. ദെൻ എന്തൊക്കെയാണ് മെത്തേഡ്സ് യൂസ് ചെയ്യുക? ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് എന്തൊക്കെയാണ്? ട്രീറ്റ്മെൻറ്റ് ഓഫ് ക്യാൻസർ. റേഡിയോതെറാപ്പി. ട്യൂമർ സെൽസ് ആർ ഇറേഡിയേറ്റഡ് ലീത്തലി വിതൗട്ട് ഡാമേജിങ് സറൗണ്ടിങ് നോർമൽ ടിഷ്യൂസ്. ലീത്തലി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നശിപ്പിക്കും, ആ ട്യൂമർ സെൽസിന് റേഡിയേഷൻസ് കൊടുത്ത് നശിപ്പിക്കും, പക്ഷെ സറൗണ്ടിങ് സെൽസിന് ഡാമേജ് ഇല്ലാത്ത രീതിയിൽ എന്ന് പറയപ്പെടുന്നു. ദെൻ കീമോതെറാപ്പി. യൂസ് ഓഫ് കീമോതെറാപ്യൂട്ടിക് ഡ്രഗ്സ്, കെമിക്കൽസ്, മരുന്നുകളൊക്കെ കൊടുക്കുക. മെനി ഡ്രഗ്സ് ഹാവ് സൈഡ് എഫക്ട്സ് ലൈക്ക് ഹെയർ ലോസ്, അനീമിയ. അങ്ങനെ പല ഡ്രഗ്സിനും സൈഡ് എഫക്ട്സ് ഉണ്ട്, കാരണം സ്ട്രോങ് ഡോസിലുള്ള ഡ്രഗ്സ് ഒക്കെ ആയിരിക്കും കൊടുക്കുന്നത്. ദാറ്റ് ഇസ് കീമോതെറാപ്പി, കെമിക്കൽസ് കൊടുക്കുക. ഇമ്മ്യൂണോതെറാപ്പി. ദ പേഷ്യൻസ് ആർ ഗിവൺ ബയോളജിക്കൽ റെസ്പോൺസ് മോഡിഫയേഴ്സ്, ദാറ്റ് ഈസ് ആൽഫ ഇൻ്റർഫെറോൺസ്. ഇൻ്റർഫെറോൺ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. ഇൻ്റർഫെറോൺസ് എന്ന് പറഞ്ഞാൽ വൈറസ് ഇൻഫെക്റ്റഡ് സെൽസ് മറ്റ് സെൽസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഇൻ്റർഫെറോൺ. ഇറ്റ്സ് എ പ്രോട്ടീൻ. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ ബോഡിയിലേക്ക് കൊടുക്കുക. അപ്പോൾ ക്യാൻസർ കോസിങ് വൈറസസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു, വിച്ച് ആക്ടിവേറ്റ്സ് ദർ ഇമ്മ്യൂൺ സിസ്റ്റം ആൻഡ് ഹെൽപ്സ് ഇൻ ഡിസ്ട്രോയിങ് ദ ട്യൂമർ. ഇമ്മ്യൂൺ സിസ്റ്റം ആക്ടിവേറ്റഡ് ആവാൻ വേണ്ടിയുള്ള ബയോളജിക്കൽ റെസ്പോൺസ് മോഡിഫയേഴ്സ് കൊടുക്കുന്നു. എക്സാമ്പിൾ ഇൻ്റർഫെറോൺസ് ഒക്കെ കൊടുക്കുന്നു. അങ്ങനെ ട്യൂമേഴ്സിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു. ദെൻ സർജറി. അപ്പോൾ ഏത് ഭാഗത്താണോ ക്യാൻസർ ഉണ്ടെന്ന്, ട്യൂമേഴ്സ് ഉണ്ടെന്ന് മനസ്സിലാവുന്നത്, അവിടെ സർജിക്കലി അത് ആ ട്യൂമേഴ്സിനെ റിമൂവ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് 4 മെത്തേഡ്സ്. 4 മെത്തേഡ്സും കാണിച്ചിട്ടുണ്ട്. റേഡിയേഷൻസ് കൊടുക്കുന്നു, കീമോതെറാപ്പി, കെമിക്കൽസ് ഇൻഡ്യൂസ് ചെയ്യുന്നു. ദെൻ ഇമ്മ്യൂണോതെറാപ്പി കാണാൻ സാധിക്കില്ല, നമുക്ക് ബോഡിയിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുക. അതനുസരിച്ച് ബോഡി ഇമ്മ്യൂൺ സിസ്റ്റം ആക്ടിവേറ്റഡ് ആവുന്നു, ഉടനെ ആ ട്യൂമേഴ്സിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. ദെൻ സർജിക്കൽ റിമൂവൽ, സർജറി വഴി റിമൂവ് ചെയ്യാം. ഇതൊക്കെയാണ് ക്യാൻസറിൻ്റെ റിമൂവൽ ഓഫ് ക്യാൻസർ അല്ലെങ്കിൽ ട്യൂമേഴ്സ്. So next we can see drugs, smoking and alcohol abuse. Drugs, smoking, alcohol abuse. So commonly abused drugs. സാധാരണഗതിയിൽ ഡ്രഗ് അഡിക്ഷൻസ്, ഡ്രഗ്സ് യൂസ് ചെയ്യാന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്യുന്ന ഡ്രഗ്സ് ആണ് ഒപ്പിയോയിഡ്സ്. 3 വിഭാഗത്തിൽ പെടുന്നു: ഒപ്പിയോയിഡ്സ്, കനാബിനോയിഡ്സ്, കൊക്ക ആൽക്കലോയിഡ്സ്. അതിൻ്റെ കെമിക്കൽ നേച്ചർ ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ് ഈ പല പേരിൽ അറിയപ്പെടുന്നത്: ഒപ്പിയോയിഡ്സ്, കനാബിനോയിഡ്സ്, കൊക്ക ആൽക്കലോയിഡ്സ്. So first we can see opioids. They bind to specific opioid receptors in CNS, Central Nervous System, and gastrointestinal tract. അപ്പോൾ ഒപ്പിയോയിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള ഒപ്പിയോയിഡ് റിസെപ്റ്റേഴ്സ് ആയിട്ട് ബൈൻഡ് ചെയ്യും. ബോഡിയിൽ വെച്ചാൽ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ബ്രെയിനിലാണ് പെട്ടെന്ന് അതിന് ഇഫക്റ്റ് ഉണ്ടാവുന്നത്. ആൻഡ് ഗാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്ട്, ഡൈജസ്റ്റീവ് ട്രാക്റ്റിലും ഇത് കാണും. അപ്പോൾ അങ്ങനെയുള്ള റിസെപ്റ്റേഴ്സിലായിട്ട് ഈ ഒപ്പിയോയിഡ്സ് ബൈൻഡ് ചെയ്യുന്നു. എക്സാമ്പിൾ മോർഫീൻ, ഹെറോയിൻ, ബ്രൗൺ ഷുഗർ, ഇതൊക്കെ ഒപ്പിയോയിഡ്സ് എന്ന വിഭാഗത്തിൽ പെടുന്നതാണ്. മോർഫീൻ ഈസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ ലാറ്റക്സ് ഓഫ് പോപ്പി പ്ലാന്റ്. ലാറ്റക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മിൽക്ക്, മറ്റേ എന്താ റബ്ബർ പ്ലാന്റിൽ നിന്നൊക്കെ കിട്ടുന്ന മിൽക്കില്ല, അതുപോലെ പോപ്പി പ്ലാന്റിൻ്റെ ലാറ്റക്സിൽ നിന്നാണ് മോർഫിൻ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. പോപ്പി പ്ലാന്റിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് പെപ്പാവർ സോംനിഫെറം. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ദെൻ എന്താ മോർഫിൻ ഉള്ളിൽ ചെന്നാലുള്ള ഇഫക്റ്റ്? ഇറ്റ് ഈസ് എ സിഡേറ്റീവ് ആൻഡ് എ പെയിൻ കില്ലർ. അപ്പോൾ സാധാരണഗതിയിൽ മോർഫിൻ സർജറി സമയങ്ങളിലൊക്കെ സെഡേറ്റീവായിട്ട് ആൾക്കൊരു മയക്കം ഉണ്ടാവാനും പെയിൻ കുറയ്ക്കാനൊക്കെ യൂസ് ചെയ്യാം. ആൻഡ് ഇറ്റ്സ് യൂസ്ഫുൾ ഫോർ സർജറി. പക്ഷെ അത് മിസ്യൂസ് ചെയ്യുമ്പോഴാണ് എബ്യൂസ് ആവുക. യൂസും എബ്യൂസും ഡിഫറെൻ്റ് ആണ്. ഇത് യൂസ് ചെയ്യലാണ് സർജറിക്കൊക്കെ ഉപയോഗിക്കുന്നതാണ്. പക്ഷെ മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു മെഡിസിൻ ആണ് മോർഫിൻ. ദ നെക്സ്റ്റ് ഈസ് ഹെറോയിൻ, സ്മാക്ക് അല്ലെങ്കിൽ ഡൈ അസറ്റൈൽ മോർഫിൻ. ഇറ്റ് ഈസ് എ വൈറ്റ് ഓർഡർലെസ് ബിറ്റർ ക്രിസ്റ്റലൈൻ കോമ്പൗണ്ട്. വൈറ്റ് കളറിൽ സ്മെല്ലൊന്നും ഇല്ലാത്ത ഒരു ബിറ്റർ ടേസ്റ്റുള്ള ക്രിസ്റ്റലൈൻ കോമ്പൗണ്ടാണ്. It is obtained by acetylation of morphine. മോർഫീനിൽ നിന്നാണ് ഇത് ഉണ്ടാക്കുന്നത്. മോർഫീൻ അസറ്റലൈസ് ചെയ്യുമ്പോഴാണ് ഉണ്ടാവുക. ഇറ്റ് ഈസ് ടേക്കൺ ബൈ സ്നോർട്ടിങ് ആൻഡ് ഇഞ്ചക്ഷൻ. സ്നോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ വലിക്കുക, മൂക്കിൽ കൂടെ വലിക്കുക. അതൊരു നെക്സ്റ്റ് പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം. ദെൻ ഇഞ്ചക്ഷൻ, സിറിഞ്ച് വഴി ഇഞ്ചക്ട് ചെയ്യാം. ഇറ്റ് ഈസ് എ ഡിപ്രസൻറ്റ് ആൻഡ് സ്ലോസ് ഡൗൺ ബോഡി ഫങ്ഷൻസ്. അപ്പോൾ അത് അകത്ത് വന്നാൽ, ഹെറോയിൻ അകത്ത് വന്നാൽ ആളൊരു ഡിപ്രസ്ഡ് മൂഡിലായിരിക്കും. പിന്നെ ബോഡി ഫങ്ഷൻസ് ഒക്കെ സ്ലോ ഡൗൺ ആയിരിക്കും. വെറുതെ മയക്കത്തിലൊക്കെ കിറങ്ങിയൊക്കെ ഇരിക്കാന്നൊക്കെ നമ്മൾ പറയില്ലേ? ദാറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് ദിസ് ഹെറോയിൻ. ദെൻ കനാബിനോയിഡ്സ്. ദേ ഇന്ററാക്ട് വിത്ത് കനാബിനോയിഡ് റിസെപ്റ്റേഴ്സ് ഇൻ ദ ബ്രെയിൻ. അപ്പോൾ ഒപ്പിയോയിഡ് റിസെപ്റ്റേഴ്സ് പോലെ തന്നെ ബ്രെയിനിൽ കനാബിനോയിഡ് റിസെപ്റ്റേഴ്സ് ഉണ്ട്. ഈ കനാബിനോയിഡ്സ് എന്ന വിഭാഗത്തിൽപ്പെട്ട ഡ്രഗ്സ് ബോഡിയിൽ എൻട്രി ചെയ്യപ്പെട്ടാൽ അത് ബ്രെയിനിലുള്ള കനാബിനോയിഡ് റിസെപ്റ്റേഴ്സ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു.
ഇറ്റ് ഈസ് ജനറലി ടേക്കൺ ബൈ ഇൻഹേലേഷൻ ആൻഡ് ഓറൽ ഇഞ്ചക്ഷൻ. എന്നൊക്കെ പുകയായിട്ട് വലിക്കുക അല്ലെങ്കിൽ വായിൽ വയ്ക്കുക. ഇതൊക്കെ ഈ വഴിയാണ് സാധാരണ ഈ ഡ്രഗ്സ് എടുക്കുക. ഇതിൻ്റെയൊക്കെ പല വിഭാഗങ്ങളാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. Natural cannabinoids are obtained from the inflorescence of the plant Cannabis sativa. Cannabis sativa എന്ന പ്ലാന്റിന്റെ ഇൻഫ്ലോറസൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതിൽ നിന്നാണ് എന്ത് കനാബിസ് സറ്റൈവ. പിക്ചർ കാണിച്ചിട്ടുണ്ട് കണ്ടോ? കനാബിസ് സറ്റൈവ എന്ന പ്ലാന്റിൽ നിന്നാണ് നാച്ചുറൽ ആയിട്ട് കനാബിനോയിഡ്സ് ഉണ്ടാവുക. ഇറ്റ്സ് ഫ്ലവർ ടോപ്സ്, ലീവ്സ് ആൻഡ് റെസിൻ. അപ്പോൾ ആ പ്ലാന്റിന്റെ ഒരു ഭാഗവും കളയാനില്ല. അതിലെ എല്ലാ ഭാഗങ്ങളും ഈ കനാബിസ് സറ്റൈവയുടെ എല്ലാ ഭാഗങ്ങളും നാച്ചുറൽ കനാബിനോയിഡ്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. പ്രൊഡ്യൂസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കനാബിനോയിഡ്സ് ലൈക്ക് മരിജ്വാന, ഹാഷിഷ്, ചരസ്, ഗാഞ്ച. ഗാഞ്ച എന്ന് പറഞ്ഞാൽ കഞ്ചാവ്. ഇങ്ങനെ പലതരത്തിലുള്ള കനാബിനോയിഡ്സും ഉണ്ടാക്കാൻ കനാബിസ് സറ്റൈവ എന്ന പ്ലാന്റിന്റെ ഡിഫറെൻറ്റ് പാർട്സ് യൂസ് ചെയ്യുന്നുണ്ട്. നാച്ചുറൽ കനാബിനോയിഡ്സ് ആർ ഒബ്റ്റെയിൻഡ് ഫ്രം ദ ഇൻഫ്ലോറസൻസ് ഓഫ് ദ പ്ലാന്റ്. ഇനി കനാബിനോയിഡ്സ് ബോഡിയിൽ എൻ്റർ ചെയ്താൽ ദേ എഫക്ട് ദ കാർഡിയോ വാസ്കുലർ സിസ്റ്റം. ഉള്ളിൽ വന്നാൽ അത് എഫക്ട് ചെയ്യുന്നത് നമ്മുടെ കാർഡിയോ വാസ്കുലർ സിസ്റ്റം, ബ്ലഡ് വാസ്കുലർ സിസ്റ്റത്തിനെയാണ്, ഹാർട്ടിനെയും അതിന് അസോസിയേറ്റഡ് സിസ്റ്റത്തിനെ എഫക്ട് ചെയ്യുന്നു. ദർ അബ്യൂസ്ഡ് ബൈ സം സ്പോർട്സ് പേഴ്സൺസ്. അപ്പോൾ ചില സ്പോർട്സ് ആക്ടിവിറ്റീസിലൊക്കെ കുറച്ച് കൂടുതൽ എനർജി തരും ഉള്ളിൽ ചെന്നാൽ. അപ്പോൾ സ്പോർട്സ് ഒക്കെ ഉള്ള ഈവൻറ്റ്സ് ഒക്കെ ഉള്ള സമയങ്ങളിൽ പണ്ടൊക്കെ ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടാണ് പ്രൈസ് കിട്ടിയെന്നൊക്കെ പറഞ്ഞ് കുറേ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഒരു കനാബിനോയിഡ്സ് ഒക്കെ ആദ്യമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ദിസ് ഇസ് ദ സ്ട്രക്ചർ ഓഫ് കനാബിനോയിഡ്. സ്ട്രക്ചർ അറിഞ്ഞിരിക്കണം, കണ്ടാൽ മനസ്സിലാവണം. ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഐഡന്റിഫൈ ദ മോളിക്യൂൾ എന്ന് പറഞ്ഞ് ചോദിക്കാം. ഇതിനെക്കുറിച്ച് ബാക്കി ക്വസ്റ്റ്യൻസും വരാം. സോ കനാബിനോയിഡ് മോളിക്യൂളിന്റെ സ്ട്രക്ചർ അറിഞ്ഞിരിക്കാം, കണ്ടാൽ മനസ്സിലാവണം, അത്രയേ ഉള്ളൂ. Then next is cocaine. It is obtained from coca plant. Coca പ്ലാന്റിൽ നിന്നുണ്ടാവുന്നു. എറിത്രോസൈലം കൊക്ക എന്നാണ് സയന്റിഫിക് നെയിം. ഇറ്റ് ഇന്റർഫിയേഴ്സ് വിത്ത് ദ ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റർ ഡോപ്പമീൻ. നമ്മൾ നെർവസ് സിസ്റ്റം ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ സിഗ്നൽസ് പാസ് ചെയ്യണമെങ്കിൽ ന്യൂറോ മസ്കുലർ ജംഗ്ഷനിൽ കൂടെ പാസ് ചെയ്യണമെങ്കിൽ അവിടെ ഡോപ്പമീൻ അല്ലെങ്കിൽ അസറ്റൈൽ കോളിൻ സെക്രേറ്റ് ചെയ്യപ്പെടുന്നു. ന്യൂറോ ട്രാൻസ്മിറ്റർ സെക്രേറ്റ് ചെയ്യപ്പെടും. എന്നാൽ മാത്രമേ മെസ്സേജസ് നെർവസ് സിസ്റ്റത്തിൽ നിന്ന് മസിൽസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. ആ ട്രാൻസ്ഫർ ചെയ്താൽ മാത്രമേ നമുക്ക് ബോഡി മൂവ്മെന്റ്സ് ഒക്കെ നമ്മൾ ഉദ്ദേശിച്ച പോലെ നടക്കുള്ളൂ. അപ്പോൾ ആ ഡോപ്പമിൻ്റെ ട്രാൻസ്പോർട്ടിനെയാണ് ഇത് ബാധിക്കുക. അതിൻ്റെ അർത്ഥം എന്താ? ഇത് ഉള്ളിൽ ചെന്നാൽ പ്രോപ്പറായിട്ട് ബോഡി മൂവ്മെന്റ്സ് ഒന്നും കറക്റ്റായിട്ട് നടക്കില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. കൊക്കൈൻ ഈസ് യൂഷ്വലി സ്നോർട്ടഡ്. അപ്പോൾ കൊക്കൈൻ സാധാരണഗതിയിൽ വലിച്ചെടുക്കുക ചെയ്യാം. സ്നോർട്ടിങ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കൂർക്കം വലിക്കുന്നത്, അതുപോലെ വലിച്ചെടുക്കും, മൂക്കിക്കൂടെ വലിച്ചെടുക്കും. ഇറ്റ് സ്റ്റിമുലേറ്റ്സ് സെൻട്രൽ നെർവസ് സിസ്റ്റം പ്രൊഡ്യൂസിങ് യൂഫോറിയ ആൻഡ് ഇൻക്രീസ്ഡ് എനർജി. യൂഫോറിയ എന്ന് പറഞ്ഞാൽ വളരെ ആക്റ്റീവായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് അത്. അത് എന്തായാലും മലയാളം കൃത്യമായിട്ട് പറയാനറിയില്ല. നിങ്ങൾക്ക് അങ്ങനത്തെ ആളുകൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഒരു ഉന്മാദ അവസ്ഥയിലേക്കൊക്കെ എത്തുക. അപ്പോൾ ഭയങ്കര എനർജിയൊക്കെ ഫീൽ ചെയ്യും. അങ്ങനത്തെ ഒരു രീതിയിൽ ഇത് ഉള്ളിൽ ചെന്നാൽ വരുന്ന ഒരു അവസ്ഥയാണ്. അത് വളരെ പോസിറ്റീവായിട്ടൊന്നും എടുക്കണ്ട. അത് കഴിഞ്ഞ് അതിൻ്റെ നെഗറ്റീവ് എഫക്ട്സ് പിന്നെ ഉടനെ തന്നെ വരും. എക്സസീവ് ഡോസേജ് ഓഫ് കൊക്കൈൻ കോസസ് ഹലൂസിനേഷൻസ്. അപ്പോൾ പലതും ഇല്ലാതൊക്കെ ഉണ്ടെന്നൊക്കെ തോന്നും. വളരെയധികം കൊക്കൈൻ ഉള്ളിൽ ചെന്നാൽ ഹലൂസിനേഷൻസ് ഉണ്ടാവും. നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ടെന്നും വായുവിൽ പൊന്തി നടക്കുന്നുണ്ടെന്നൊക്കെ തോന്നാൻ സാധ്യതയുള്ള ഒരു ഡ്രഗാണത്. എട്രോപ്പ ബെല്ലാഡോണ ആൻഡ് ഡെറ്റ്യൂറ ആർ ഓൾസോ ഹലൂസിനോജനിക് പ്ലാന്റ്സ്. രണ്ട് പ്ലാന്റ്സ് കാണിച്ചിട്ടുണ്ട്, എട്രോപ്പ, ഡെറ്റ്യൂറയും. ഈ രണ്ട് പ്ലാന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഹലൂസിനോജനിക് പ്ലാന്റ്സ് ആണ്. Then drugs like amphetamine, barbiturates, amphetamines, benzodiazepines, etc. are used as medicines to treat mental illnesses like depression and insomnia. അപ്പോൾ ചില ഡ്രഗ്സ്, ചില മെഡിസിൻസ് ആയിട്ട് ഡിപ്രഷനും ഇൻസോംനിയ, ഓർക്കക്കുറവൊക്കെ വരുമ്പോൾ കൊടുക്കുന്ന ചില മെഡിസിൻസ് ആണ് ബാർബിട്രേറ്റ്സ്, ആംഫെറ്റമിൻസ്, ബെൻസോഡൈസാപ്പൈൻസ് ഒക്കെ. പക്ഷേ they are abused resulting in impairment of physiological or psychological functions. ഈ ഡ്രഗ്സ് അബ്യൂസ്, ആദ്യം പറഞ്ഞ യൂസിനെ ഉപയോഗിക്കുന്നത് അല്ലെ, മെന്റൽ ഇൽനെസ് ഒക്കെ, മാനസികമായ വിഭ്രാന്തികളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് മരുന്നായിട്ട് കൊടുക്കാം. പക്ഷേ അത് അബ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ അതായത് അസുഖമില്ലാത്ത ഒരാൾ ചിലപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ച് കണ്ടമാനമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഫിസിക്കൽ ഇമ്പയർമെന്റ്, ഫിസിക്കൽ ബോഡിയിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ഇമ്പയർമെന്റ് ഉണ്ടാവും, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും. ദെൻ ഫിസിയോളജിക്കൽ ഫങ്ഷൻസിനെ ബാധിക്കും, സൈക്കോളജിക്കൽ ഫങ്ഷൻ, മെന്റൽ ഫങ്ഷൻസിനെ എല്ലാം ബാധിക്കും. ദെൻ സ്മോക്കിംഗ്. എന്താണ് സ്മോക്കിംഗ്? Tobacco has been used by human beings for over 400 years. It is smoked, chewed or used as a snuff.
അല്ലേ? പല രീതിയിലും ടൊബാക്കോ ഉപയോഗിക്കുന്നുണ്ട്. ചവയ്ക്കുക, അതായത് വെറ്റിലേക്ക് വെച്ച് ചവയ്ക്കും, പുകവലിക്കും, അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒരു പഫ് എടുക്കാനും വേണ്ടി യൂസ് ചെയ്യും. ഇറ്റ് കണ്ടെയ്ൻസ് മെനി കെമിക്കൽ സബ്സ്റ്റൻസസ് ലൈക്ക് നിക്കോട്ടിൻ, ഒരു ആൽക്കലോയിഡാണ് നിക്കോട്ടിൻ, വിച്ച് സ്റ്റിമുലേറ്റ്സ് അഡ്രീനൽ ഗ്ലാൻഡ് ടു റിലീസ് അഡ്രിനാലിൻ ആൻഡ് നോർ അഡ്രിനാലിൻ, കോസിങ് ഹൈ BP ആൻഡ് ഹാർട്ട് റേറ്റ്. അപ്പോൾ നിക്കോട്ടിനുള്ളിൽ ചെന്നാലും ഉടനെ അഡ്രിനൽ ഗ്ലാൻഡ് സ്റ്റിമുലേറ്റഡ് ആവും. അപ്പോൾ അഡ്രിനൽ ഗ്ലാൻഡിൻ്റെ സെക്രീഷൻസ് നിങ്ങൾ പഠിച്ചിരിക്കുന്നതാണ്. അഡ്രിനാലിനും നോർ അഡ്രിനാലിനും സെക്രേറ്റ് ചെയ്യപ്പെടുന്നു. ഉടനെ തന്നെ എന്ത് പറ്റും? സാധാരണ നമുക്ക് പേടി വരുമ്പോഴാണ് ഈ രണ്ട് ഹോർമോൺസ് സെക്രേറ്റ് ചെയ്യപ്പെടാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എമർജൻസി ഹോർമോൺസ് എന്ന് അതിനെ പറയാം, അല്ലേ? പെട്ടെന്നുള്ളൊരു എമർജൻസി സിറ്റുവേഷനിൽ ഉണ്ടാവുന്ന. അപ്പോൾ ഉടനെ അവരുടെ BP പെട്ടെന്ന് കൂടും, ഹാർട്ട് റേറ്റ് കൂടും. ഇതൊക്കെയാണ് ഈ നിക്കോട്ടിൻ്റെ ഇഫക്ട്സ്. സ്മോക്കിംഗ് കോസസ് ക്യാൻസേഴ്സ് ഓഫ് ലങ്, യൂറിനറി ബ്ലാഡർ ആൻഡ് throat, emphysema, bronchitis, coronary heart disease, gastric ulcer, etc. അപ്പോൾ ലങ് ക്യാൻസർ, യൂറിനറി ബ്ലാഡറിൻ്റെ ക്യാൻസർ, ത്രോട്ട് ക്യാൻസേഴ്സ്, എംഫൈസീമ, സ്മോക്കിംഗ് വഴി മാത്രം ഉണ്ടാകുന്ന അസുഖമാണ്, റെസ്പിറേറ്ററി ഡിസോർഡർ ആണ്. ബ്രോങ്കൈറ്റിസ്, അതും ബ്രോങ്കസിനെ ബാധിക്കുന്നു. കൊറോണറി ഹാർട്ട് ഡിസീസ്, ഹാർട്ടിനെ ബാധിക്കുന്നു. പിന്നെ വയറിൽ അൾസേഴ്സ് ഉണ്ടാവുന്നു. ഇതൊക്കെ സ്മോക്കിംഗ് കാരണം ഉണ്ടാവുന്നത്, നിക്കോട്ടിൻ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ടുബാക്കോ ചൂയിങ് കോസസ് ഓറൽ ക്യാൻസർ, പുകയില ചവയ്ക്കുന്നവർക്ക് ഓറൽ ക്യാൻസേഴ്സ് ഉണ്ടാവുന്നു. ഓറൽ ക്യാൻസേഴ്സ് ഒക്കെ ഇത് വളരെ ഭീകരമായിട്ട് കാണിച്ചിട്ടുണ്ട്. പിക്ചേഴ്സ് കണ്ട പിന്നെ ഒരിക്കലും ടുബാക്കോ പുകവലിക്കുകയും ചവയ്ക്കൊന്നും ചെയ്യില്ല കേട്ടോ. സ്മോക്കിംഗ് ഇൻക്രീസസ് കാർബൺ മോണോക്സൈഡ് കണ്ടന്റ് ഇൻ ബ്ലഡ്. അപ്പോൾ സ്മോക്കിംഗ് കഴിയുമ്പോൾ നിക്കോട്ടിൻ ഉള്ളിൽ ചെല്ലുമ്പോൾ ബ്ലഡിൽ കാർബൺ മോണോക്സൈഡിൻ്റെ അളവ് കൂട്ടി ഓക്സി ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയ്ക്കുന്നു. അപ്പോൾ എന്ത് പറ്റും? ഓക്സിജൻ ശരീരത്തിൽ കുറഞ്ഞു, ഡെഫിഷ്യൻസി ഉണ്ടാവും. അങ്ങനെ അത് പ്രശ്നങ്ങളിലേക്കൊക്കെ എത്തും. അഡോളസൻസ് ആൻഡ് ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ അബ്യൂസ്. അപ്പം നിങ്ങളുടെ ഏജിലുള്ള കുട്ടികളും ഈ ഏജിനൊരു പ്രത്യേകതയുണ്ട്, അല്ലേ? പിയർ ഗ്രൂപ്പ് എന്തെങ്കിലുമൊക്കെ, അതായത് അതേ സമാന പ്രായമുള്ള ആളുകൾ പറയുന്നതൊക്കെ മാത്രമേ വിശ്വസിക്കുള്ളൂ. അവർ പറഞ്ഞതൊക്കെ ചെയ്യാനും ഒക്കെ ഭയങ്കര ഒരു ടെൻഡൻസി കൂടുതലുള്ള സമയമാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഈ ഏജിലുള്ള കുട്ടികളാണ് ഏറ്റവും കൂടുതലായിട്ട് ഡ്രഗും ആൽക്കഹോളും അബ്യൂസ് ചെയ്യുന്നത്, അതായത് മിസ്യൂസ് ചെയ്ത് ഉപയോഗിക്കുന്നത്. അഡോളസൻസ് എന്താ ഏജിൻ്റെ പ്രത്യേകത? ഇറ്റ് ഇസ് എ പീരീഡ് ഓൺ പ്രോസസ് ഡ്യൂറിങ് വിച്ച് child becomes mature in terms of his or her attitudes and beliefs for effective participation in society. അപ്പോൾ ഒരു അഡൾട്ട് ആയിട്ടില്ല, എന്നാൽ ചൈൽഡ് അല്ല, ഇതിനും അങ്ങനെ ഒരു ഏജാണ്, അങ്ങനെ ഒരു സ്റ്റേജാണ് അഡോളസൻസ്. അപ്പോൾ സ്വന്തമായ അഭിപ്രായങ്ങളും എല്ലാം രൂപപ്പെടുന്ന ഒരു പ്രായം. ഇറ്റ് ഇസ് എ ബ്രിഡ്ജ് ലിങ്കിങ് ചൈൽഡ്ഹുഡ് ആൻഡ് അഡൾട്ട്ഹുഡ്. അപ്പോൾ കുട്ടിയുടെയും ഒരു മുതിർന്ന ഒരാളുടെയും ഇടയിലുള്ള ഒരു ചെറിയ ബ്രിഡ്ജാണ് അത്, അല്ലേ? പീരീഡ് ഓഫ് 12 to 18 years, 12 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിന് അഡോളസൻ്റ് ഏജ് എന്ന് നമ്മൾ പറയാം. ഇറ്റ് ഈസ് വെരി വൾണറബിൾ ഫേസ് ഓഫ് മെൻ്റൽ ആൻഡ് സൈക്കോളജിക്കൽ ഡെവലപ്മെൻറ്റ്. മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ നമുക്ക് കുറേ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവും, ചിലത് തെറ്റായ ധാരണകൾ ഉണ്ടാവും, ശരിയായ ധാരണകൾ ഉണ്ടാവും. അതൊക്കെ ഉണ്ടാവുന്ന ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു വ്യക്തത ഇല്ലാത്ത, കുട്ടിയല്ല വലിയ ആളുമല്ലാത്തൊരു ഇടയ്ക്കുള്ളൊരു സ്റ്റേജാണ് അഡോളസൻസ്. കോസസ് ഓഫ് ഡ്രഗ് ആൽക്കഹോൾ യൂസ് ഇൻ അഡോളസൻസ്. എന്തുകൊണ്ടായിരിക്കാം ഈ പ്രായത്തിലുള്ള കുട്ടികൾ വളരെയധികം ഈ ഡ്രഗ്സും ആൽക്കഹോളൊക്കെ യൂസ് ചെയ്യാൻ കാരണം? ക്യൂരിയോസിറ്റി ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ, അല്ലേ? ചിലത് ഒരു കൗതുകത്തിനും അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു ഒന്ന് ശ്രമിച്ച് നോക്കാം എന്താണ് സംഭവം, അതിൻ്റെ ഇഫക്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടി. നീഡ് ഫോർ അഡ്വഞ്ചർ ആൻഡ് എക്സൈറ്റ്മെൻറ്റ്, അല്ലേ? ഒരു ത്രില്ല്, ചിലർക്ക് ഒരു ത്രില്ലാണത്, എക്സൈറ്റ്മെൻറ്റിനൊക്കെ വേണ്ടി യൂസ് ചെയ്യാം. ടു എസ്കേപ്പ് ഫേസിങ് പ്രോബ്ലംസ്, എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് രക്ഷപ്പെടാൻ ഒരു നല്ല മാർഗ്ഗമാണ്. മയങ്ങിയിരുന്നാൽ മതിയല്ലോ, പ്രോബ്ലംസ് ഒന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ. ദെൻ സ്ട്രെസ് ഫ്രം പ്രഷർ ടു എക്സൽ ഇൻ അക്കാഡമിക്സ് ഓർ എക്സാമിനേഷൻ. അപ്പോൾ എക്സാമിനേഷൻ്റെ ഒക്കെ പ്രഷർ വരുമ്പോൾ, സ്ട്രെസ്സൊക്കെ വരുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു വഴി. ടെലിവിഷൻ, മൂവീസ്, ന്യൂസ് പേപ്പേഴ്സ്, ഇൻ്റർനെറ്റ്, ഇതൊക്കെ ഒരു പരിധി വരെ അതിൻ്റെ എക്സ്പോഷർ, അതിൻ്റെയൊക്കെ ഒരു അമിതമായ ഉപയോഗമൊക്കെ ഇതിനൊക്കെ ഒരു വഴി ആക്കി തരുന്നുണ്ട്. അൺസ്റ്റേബിൾ ഓർ അൺസപ്പോർട്ടീവ് ഫാമിലി സ്ട്രക്ചേഴ്സ് ആൻഡ് പിയർ പ്രഷർ. അപ്പോൾ ഫാമിലിയിലുള്ള പ്രശ്നങ്ങൾ, ഒരു അൺസ്റ്റേബിൾ ഫാമിലി അല്ലാതിരിക്കുക, എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉള്ള ഫാമിലീസ്, പിന്നെ ഫാമിലി സപ്പോർട്ട് ചെയ്യാതിരിക്കുക, പല കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ, പിന്നെ കൂട്ടുകാരുടെ സമ്മർദ്ദം, ഇതൊക്കെ കാരണമാണ് സാധാരണഗതിയിൽ നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികൾ ഇതിലൊക്കെ പോകുന്നത്. ദെൻ അഡിക്ഷൻ ആൻഡ് ഡിപ്പെൻഡൻസ്. എന്താണ് അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ? എ ഫിസിയോളജിക്കൽ അറ്റാച്ച്മെൻറ്റ്, യൂഫോറിയ ആൻഡ് ടെമ്പററി ഫീലിംഗ് ഓഫ് വെൽ ബീയിങ് ടു ഡ്രഗ്സ് ആൻഡ് ആൽക്കഹോൾ. അപ്പോൾ ഇതങ്ങനെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ, ആൽക്കഹോൾ, മദ്യം ചെന്നാലും ഈ ഡ്രഗ്സ് ചെന്നാലും വരുന്നത് എന്താ? ഒരു സൈക്കോളജിക്കൽ അറ്റാച്ച്മെൻറ്റ്. അത് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ വളരെയധികം ശക്തി തോന്നുന്നു, ഫീൽ ചെയ്യും. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, അല്ലേ? ഈ വെള്ളം അടിക്കുന്നവരൊക്കെ പറയുന്നത് ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഫീൽ ചെയ്യും എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ അതൊരു ടെമ്പററി ഫീലിംഗ് മാത്രമാണ്. അതാണ് ഏറ്റവും ആദ്യം ബയോളജി സ്റ്റുഡൻസ് എന്ന രീതിയിൽ, അതുപോലെ അഡോൾസൻ്റ് ഏജ് എന്ന രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാവേണ്ട തിരിച്ചറിവ്. വിത്ത് റിപ്പീറ്റഡ് യൂസ് ഓഫ് ഡ്രഗ്സ് ദ ടോളറൻസ് ലെവൽ ഓഫ് റിസെപ്റ്റേഴ്സ് ഇൻക്രീസസ്. കണ്ടമാനം ഡ്രഗ്സ് ഉപയോഗിച്ച് തുടങ്ങിയാൽ
നമ്മൾ പറഞ്ഞു ഒപ്പിയോയിഡ് റിസെപ്റ്റേഴ്സ്, കനാബിനോയിഡ് റിസെപ്റ്റേഴ്സ് ഒക്കെ നമ്മുടെ ബോഡിയിൽ ഉണ്ടെന്നില്ല, അതിൻ്റെ ടോളറൻസ് ലെവൽസ് കൂടുന്നു. ദസ് ദ റിസെപ്റ്റേഴ്സ്, അപ്പോൾ ടോളറൻസ് ലെവൽസ് കൂടുക എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ ചെറിയൊരു അംശം ആ ഡ്രഗ് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എനർജറ്റിക് ആയിട്ട് ഫീൽ ചെയ്യും. കണ്ടിന്യൂസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചെറിയൊരു അളവിൽ ചെന്നാലും ഒരു കാര്യമില്ല. അപ്പോൾ എന്ത് വേണം, ഹൈ ഡോസസ് കിട്ടിയാൽ മാത്രമേ നമ്മൾ ഈ പറഞ്ഞ ഇഫക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഡോസൊക്കെ കൂട്ടി ഫൈനലി അതൊരു അഡിക്ഷനായി മാറും. അതായത് അതിൽ നിന്ന് ഒരിക്കലും പിന്മാറാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തുന്നു. ദാറ്റ് ഈസ് അഡിക്ഷൻ. ഡിപ്പെൻഡൻസ്, tendency of the body to manifest a characteristic and unpleasant withdrawal syndrome if regular dose of drugs, alcohol is abruptly discontinued. അത് പെട്ടെന്ന് നമ്മളത് നിർത്തിയാൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് വിത്ഡ്രോവൽ സിൻഡ്രോം. നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ടാവും. ഡ്രഗ്സ് കഴിച്ചാൽ ഇഫക്റ്റ് പോലെയല്ല, നിർത്തുമ്പോൾ അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച ഒരാൾക്ക് അതിനോട് നമ്മൾ സ്ഥിരം കഴിക്കുന്ന ഒരു സാധനം പെട്ടെന്ന് നിർത്തുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നമാണ് ദാറ്റ് ഈസ് വിത്ഡ്രോവൽ സിംറ്റം. ദിസ് റിസൾട്ട്സ് ഇൻ ആങ്സൈറ്റി, ഷേക്കിനെസ്, നൗസിയ, സ്വെറ്റിംഗ്. കുറേ പ്രശ്നങ്ങൾ, ആങ്സൈറ്റി ഉണ്ടാവും, ദേഹമൊക്കെ വിറയ്ക്കും, ഛർദ്ദിക്കാൻ വരിക, സ്വെറ്റ് ചെയ്യുക, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇതിനെ തുടർന്നുണ്ടാവും. ഡിപ്പെൻഡൻസ് ലീഡ്സ് ടു സോഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലംസ്. അപ്പോൾ സൊസൈറ്റിയിലേക്ക് ഇറങ്ങാൻ പറ്റാതിരിക്കുക, നമുക്കൊരു കോൺഫിഡൻസ് കുറയുക, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഇതിനെ തുടർന്നുണ്ടാവും ഡ്രഗ്സ് പെട്ടെന്ന് നിർത്തിയാൽ. അപ്പോൾ നിർത്തല്ല, തുടങ്ങാതിരിക്കുകയാണ് എപ്പോഴും നല്ലത്. ദെൻ ഇഫക്ട്സ് ഓഫ് ഡ്രഗ് ആൽക്കഹോൾ അബ്യൂസ്. എന്താണ് ഇതൊക്കെ അബ്യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ? റെക്ലെസ് ബിഹേവിയർ, വാൻഡലിസം, വയലൻസ്, അല്ലെ, യാതൊരു വകതിരിവില്ലാതെ പെരുമാറുക, ദേഷ്യം വരിക, അക്രമ സ്വഭാവങ്ങൾ, ഇതൊക്കെയാണ് അവർ കാണിക്കുക. ദെൻ കോമ ആൻഡ് ഡെത്ത് ഡ്യൂ ടു റെസ്പിറേറ്ററി ഫെയിലിയർ, ഹാർട്ട് ഫെയിലിയർ ഓർ സെറിബ്രൽ ഹെമറേജ്. ഇപ്പോൾ കുറച്ച് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഉണ്ടാവുന്ന റിസൾട്ട് ആൾ ഫുൾ കോമയിലേക്ക് പോകും. അതായത് ബോഡി ഒന്നും റെസ്പോണ്ട് ചെയ്യാത്തൊരവസ്ഥയിലേക്ക് വരും. കാരണം നമ്മുടെ എല്ലാ ബോഡി പാർട്സിനെയും ബ്രെയിനെയൊക്കെ അഫക്റ്റ് ചെയ്യണം. പിന്നെ മരണം ഉണ്ടാവാം, റെസ്പിറേറ്ററി ഫെയിലിയർ ഉണ്ടാവും, കാരണം ആസ്മാറ്റിക് റെസ്പിറേറ്ററി പാർട്സിനെയൊക്കെ അഫക്റ്റ് ചെയ്യില്ലോ. ദെൻ ഹാർട്ട് ഫെയിലിയർ, ബ്രെയിനിൽ ഹെമറേജസ്, ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടായി അവിടെ മരണം സംഭവിക്കും. ഡ്രഗ്സ് മിക്സ്ഡ് വിത്ത് ആൽക്കഹോൾ മേ കോസ് ഡെത്ത്. ചിലർ കുറച്ചും കൂടി എക്സൈറ്റ്മെൻറ്റിന് വേണ്ടി ഡ്രഗ്സും ആൽക്കഹോളും മിക്സ് ചെയ്ത് കഴിക്കുന്ന കേസ് ഉണ്ട്. അതൊക്കെ ഡെത്തിന്, മരണത്തിന് കാരണമുണ്ട്. ഡാമേജ് ഓഫ് നെർവസ് സിസ്റ്റം ആൻഡ് ലിവർ സിറോസിസ്. അപ്പോൾ നെർവസ് സിസ്റ്റത്തിനെ വളരെ മോശമായി ബാധിക്കും. നമ്മൾ കണ്ടു സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ അതിൻ്റെ റിസെപ്റ്റേഴ്സ് ഒക്കെ ഉണ്ടെന്ന്. നെർവസ് സിസ്റ്റം നശിച്ചു പോവും. ലിവർ സിറോസിസ് ഉണ്ടാവും. ലിവർ സിറോസിസ് ലിവറിനെ ബാധിക്കും ആൽക്കഹോൾ കൺസ്യൂം ചെയ്താൽ. മെൻ്റൽ ആൻഡ് സോഷ്യൽ ഡിസ്ട്രസ് ടു ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. അപ്പോൾ വീട്ടിലുള്ളവർക്കും കൂട്ടുകാർക്കും ഒക്കെ ഒരു വളരെയധികം വിഷമങ്ങളും പ്രശ്നങ്ങളും ഈ ഒരു വ്യക്തി കാരണം, ഡ്രഗ്സ് ആൽക്കഹോളൊക്കെ ഉപയോഗിക്കുന്ന വ്യക്തി കാരണം ഉണ്ടാവും. നിങ്ങൾക്ക് ചുറ്റും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാം, ഒരാളുടെ വീട്ടിൽ മദ്യപിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ആ വീട്ടുകാർക്കൊക്കെ പലപ്പോഴും അവിടെ ഒരാൾ വരുമ്പോഴോ അല്ലെങ്കിൽ ഈ പുറമേയുള്ള ആളുകളുടെ പ്രസൻസിൽ ഇദ്ദേഹം വരുമ്പോഴൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. വളരെ നാണക്കേടും ഒക്കെ ഫീൽ ചെയ്യും. സോഷ്യൽ പ്രോബ്ലംസ് ലൈക്ക് സ്റ്റീലിംഗ് ആൻഡ് സ്പ്രെഡ് ഓഫ് ഇൻഫെക്ഷസ് ഡിസീസസ്. അപ്പോൾ സ്റ്റീലിംഗ്, കക്കുക, അല്ലെ, സാധനങ്ങൾ മോഷ്ടിക്കുക, പൈസയൊക്കെ കിട്ടാതിരിക്കുമ്പോൾ മോഷണം, അങ്ങനെ പല ആദ്യം പൈസ മോഷ്ടിക്കും, പിന്നെ സാധനങ്ങൾ മോഷ്ടിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഡ്രഗ്സൊക്കെ നല്ല പൈസയൊക്കെ കൊടുത്തിട്ട് വേണം വാങ്ങിക്കാൻ. അതിനൊക്കെ വേണ്ടി ഈ വക സ്വഭാവങ്ങളൊക്കെ തുടങ്ങും. കൂടാതെ നമ്മൾ നേരത്തെ എയ്ഡ്സ് കണ്ടിരുന്നു, ഇൻഫെക്ഷസ് ഡിസീസ്, എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ് ബി എന്നൊക്കെ പറഞ്ഞ അസുഖങ്ങൾ ഒരേ സിറിഞ്ചൊക്കെ വെച്ചിട്ട് ഉപയോഗിക്കുക. ഒരു സിറിഞ്ച് മാറാനും ഡിസ്പോസിബിൾ സിറിഞ്ച് വാങ്ങിക്കാനൊന്നും ശ്രദ്ധിക്കില്ല. ഒരാൾ തന്നെ ഉപയോഗിച്ച സിറിഞ്ചാണ് 10-20 പേര് യൂസ് ചെയ്യുക. അങ്ങനെ ഈ അസുഖങ്ങളൊക്കെ സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. യൂസ് ഓഫ് ഡ്രഗ്സ് ആൻഡ് ആൽക്കഹോൾ ബൈ പ്രഗ്നന്റ് വിമൻ എഫക്ട് ദ ഫീറ്റസ്. അപ്പോൾ പ്രഗ്നൻ്റ് ആയ ലേഡീസാണ് ഡ്രഗ്സും ആൽക്കഹോളും ഉപയോഗിക്കണമെങ്കിൽ അവരുടെ കുഞ്ഞിനെ അത് ബാധിക്കും. അതിനെ ഫീറ്റൽ ആൽക്കഹോൾ സിൻഡ്രോം എന്ന് പറയുന്നു. കുഞ്ഞ് മദ്യപിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ കുഞ്ഞിന് അതിൻ്റെ എഫക്റ്റ് ഒക്കെ ഉണ്ടാവും. ദെൻ ലോസ് ഓഫ് സെക്ഷൽ ഡ്രൈവ് ആൻഡ് നെക്രോസ്പെർമിയ, അതായത് സ്പേംസിൻ്റെ കൗണ്ട് കുറയുക. പിന്നെ സെക്ഷൽ ഡ്രൈവ്, നോർമൽ ഒരാൾക്ക് ഉണ്ടാവുന്ന സെക്ഷൽ ഡ്രൈവ്സ് ഒന്നും ഉണ്ടാവില്ല. അതായത് നോർമലായിട്ടുള്ള ഫാമിലി ലൈഫ് സാധിക്കില്ല. മിസ്യൂസ് ഓഫ് ഡ്രഗ്സ് ബൈ അത്ലറ്റ്സ് ഒക്കെ ഡ്രഗ്സ് മിസ്യൂസ് ചെയ്താൽ നാർക്കോട്ടിക് അനാൽജസിക്സ്, അനബോളിക് സ്റ്റിറോയിഡ്സ്, ഡയോറെറ്റിക്സ് ആൻഡ് സർട്ടൻ ഹോർമോൺസ് ടു ഇൻക്രീസ് മസിൽ സ്ട്രെങ്ത് കൂട്ടാനും ടു പ്രൊമോട്ട് അഗ്രസീവ്നെസ്, ഫാസ്റ്റായിട്ട് പോകാനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ വളരെ നെഗറ്റീവ് ഇഫക്ട്സ് ആണ് സാധാരണ അവർക്കൊക്കെ ഉണ്ടാവുന്നത്. ദെൻ വാർണിംഗ് സൈൻസ് ഓഫ് ഡ്രഗ് ആൽക്കഹോൾ അബ്യൂസ് ഇൻ അഡോൾസെന്റ് പീരീഡ്. ഇപ്പം എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ആളെ പെട്ടെന്ന് മനസ്സിലാവാൻ സാധിക്കുക നമുക്ക്? ഡ്രോപ്പ് ഇൻ അക്കാഡമിക് പെർഫോമൻസ് ആൻഡ് ആബ്സെൻസ് ഫ്രം സ്കൂൾ. അങ്ങനത്തെ ആളുകൾ സാധാരണഗതിയിൽ നന്നായിട്ടൊക്കെ പഠിച്ചു വരുന്ന കുട്ടി പെട്ടെന്ന് അതിനൊക്കെ താഴ്ചയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തോ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. അപ്പോൾ ഒരു സൂചനയാണ് അത് വെച്ച് അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം ഡ്രഗ് ആൽക്കഹോൾ അബ്യൂസ് ചെയ്യുന്നതല്ല അതിൻ്റെ അർത്ഥം. പിന്നെ സ്കൂളിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് സ്കൂളിൽ വരാതിരിക്കുക. ദെൻ ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ പേഴ്സണൽ ഹൈജീൻ. സാധാരണ കുളിക്കുകയും നനയ്ക്കൊന്നും ചെയ്യില്ല, വൃത്തിയും എടുപ്പൊക്കെ വളരെ കുറവായിരിക്കും. വിത്ഡ്രോവൽ ആൻഡ് ഐസൊലേഷൻ. അപ്പോൾ എല്ലാത്തിൽ നിന്ന് ഒരു പിന്മാറി നിൽക്കുക, ഒറ്റയ്ക്ക് ഇരിക്കാനൊക്കെ വളരെ താല്പര്യം കൂടുതൽ തോന്നുക. ദെൻ ഡിപ്രഷൻ, ഫെറ്റീഗ്, അഗ്രസീവ് ആൻഡ് റിബല്യസ് ബിഹേവിയർ. അപ്പോൾ ഡിപ്രഷൻ ഉണ്ടാവുക, ഒന്നിനോടും താല്പര്യമില്ലായ്മ, ഒരു ഭയങ്കര മൂഡ് ഓഫ് ആയിട്ടിരിക്കുക, ക്ഷീണം,
പിന്നെ ചില സമയത്ത് വളരെയധികം ക്ഷീണത്തൊക്കെ കാണിച്ചാൽ ഒരേ സമയങ്ങളിൽ ഇതൊക്കെ കാണിക്കൂട്ടോ, ഒരു മൂഡ് സ്വിങ്സ് ഉള്ള ഒരു ആളുകളായിരിക്കും ഇവരൊക്കെ. പെട്ടെന്ന് ദേഷ്യവും ഒക്കെ വരും, റിബലിയസ്, എല്ലാത്തിനോട് എതിർക്കാനുള്ള ഒരു ടെൻഡൻസി, ഇതൊക്കെയാണ്. ഇങ്ങനെയുള്ള ആളുകൾക്ക് സാധാരണ ഇതൊക്കെ ഒരു കാരണമാണ്. അഡോൾസൻ പീരീഡിൽ ഇങ്ങനെയൊക്കെ കാണിച്ചാൽ ഒരുവിധം ഒന്ന് ശ്രദ്ധിക്കണം എന്നാണ് പറയുക. ദെൻ ചേഞ്ചിങ് സ്ലീപ്പിംഗ് ആൻഡ് ഈറ്റിംഗ് ഹാബിറ്റ്സ്. അപ്പോൾ ഉറങ്ങുന്ന സമയം മിക്കവാറും ഉറക്കമൊക്കെ വളരെ കുറവായിരിക്കും, ഭക്ഷണം കഴിക്കൽ കുറയുക, അതിനൊക്കെ കുറേ സ്ഥിരമായിട്ടുള്ള കഴിക്കുന്ന കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും. ദെൻ ഫ്ലക്ച്വേഷൻസ് ഇൻ വെയിറ്റ് ആൻഡ് അപ്പറ്റൈറ്റ്. വെയിറ്റ് വളരെയധികം കുറയും, ഒട്ടും വിശപ്പുണ്ടാവില്ല, അപ്പറ്റൈറ്റ് ഒട്ടും ഉണ്ടാവില്ല. ദെൻ ലോസ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ഹോബീസ്. സാധാരണ ചെയ്യുന്ന ഹോബീസിലൊന്നും താല്പര്യം ഉണ്ടാവില്ല, കാരണം മെയിൻ ലക്ഷ്യം, ജീവിക്കുന്ന ലക്ഷ്യം ഈ ഡ്രഗ്സ് ഉപയോഗിക്കാൻ വേണ്ടി മാത്രം, വേറെ ഹോബീസിലൊന്നും യാതൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഡിറ്റീരിയോറേറ്റിംഗ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. അപ്പം സമൂഹത്തിൽ അവനവൻ്റെ വീട്ടുകാരും ഫ്രണ്ട്സും ഒക്കെ ആയിട്ടുള്ള റിലേഷൻഷിപ്സ് ഒക്കെ പ്രശ്നത്തിലാവും. കാരണം ഇങ്ങനത്തെ ഒരാളെ ആക്സെപ്റ്റ് ചെയ്യാനും, ആൾ പല കാര്യങ്ങളും മറക്കും, പല സമയങ്ങളിലും നല്ല രീതിയിൽ ബിഹേവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ റിലേഷൻഷിപ്സിനെ എല്ലാം അത് വളരെ നെഗറ്റീവായിട്ട് ബാധിക്കും. സൈഡ് എഫക്ട്സ് ഓഫ് അനാബോളിക് സ്റ്റിറോയിഡ് അബ്യൂസ്. അപ്പോൾ സ്റ്റിറോയിഡ്സ് കണ്ടമാനം യൂസ് ചെയ്തുണ്ടാവുന്ന പ്രശ്നങ്ങൾ മെയിൽസിൽ എന്തൊക്കെ ഉണ്ടാവും? ഏക്ന്, ഇൻക്രീസ്ഡ് അഗ്രസീവ്നെസ്, മൂഡ് സ്വിങ്സ്. ഏക്നെന്ന് പറയാൻ നിങ്ങൾക്കറിയാം, ഏക്നാണ് ഫസ്റ്റ് കാണിച്ചിട്ടുണ്ട്, മുഖത്തൊക്കെ വളരെയധികം കുരുക്കൾ പോലെയൊക്കെ വരുന്ന ഒരു അവസ്ഥ. സ്റ്റിറോയിഡ് അബ്യൂസ് ചെയ്യുമ്പോൾ വരുന്ന സൈഡ് എഫക്ട്സ് ആണ് കേട്ടോ. ദെൻ വളരെയധികം ദേഷ്യമൊക്കെ വരിക, പിന്നെ മൂഡ് മാറുക, പെട്ടെന്ന് സന്തോഷമായിട്ടിരിക്കുന്ന ആൾ പെട്ടെന്ന് കരയും, വിഷമം വരും, അങ്ങനെ പല രീതിയിലും ഡിപ്രഷൻ ഉണ്ടാവും. പിന്നെ റെഡ്യൂസ് ടെസ്റ്റിക്കിൾസിൻ്റെ സൈസ് കുറയും, സ്പേം പ്രൊഡക്ഷൻ കുറയും, കിഡ്നി ആൻഡ് ലിവർ ഡിസ്ഫങ്ഷൻ, കിഡ്നി ലിവറൊക്കെ പ്രോപ്പർലി ഫങ്ഷൻ ചെയ്യില്ല. ദെൻ ബ്രസ്റ്റ് എൻലാർജ്മെൻറ്റ്, ലേഡീസിൻ്റെ പോലെ ബ്രസ്റ്റ് എൻലാർജ്മെൻറ്റ് ഉണ്ടാവാം. പ്രീമെച്വർ ബാൾഡ്നെസ്, ഒരു പ്രായം ആവുന്നതിന് മുൻപ് തന്നെ കഷണ്ടിയൊക്കെ വന്നു തുടങ്ങും. എൻലാർജ്മെൻറ്റ് ഓഫ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എൻലാർജ്, വലുതാവും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെയിൽസിൽ സ്റ്റിറോയിഡ്സിൻ്റെ അമിതമായ ഉപയോഗം കൊണ്ട് ഉണ്ടാവും. അതൊരു അബ്യൂസ് ചെയ്യപ്പെടുന്ന ഡ്രഗാണ് സ്റ്റിറോയിഡ്സ്. ദെൻ ഇൻ ഫീമെയിൽസ് എന്തുണ്ടാവുക? മാസ്കുലിനൈസേഷൻ. ഫീമെയിൽസ് ഉപയോഗിച്ച ഒരു മാൻലി ഫീലിംഗ് ഉണ്ടാവും, ഒരു ആണിൻ്റെ പോലത്തെ സ്വഭാവ രീതികൾ കാണിക്കും. അവർക്കും ദേഷ്യം, പിന്നെ മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാവും. ബോഡിയിലും ഫേസിലും വളരെയധികം ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. മെൻസ്ട്രൽ സൈക്കിൾ അബ്നോർമൽ ആവും, സൗണ്ടൊക്കെ മാറ്റം വരും. ദെൻ ക്ലിറ്റോറിസിൻ്റെ റീജിയൻ എൻലാർജർ ആവും. ഇതൊക്കെയാണ് സ്റ്റിറോയിഡ്സ് അബ്യൂസ് ചെയ്താൽ ഫീമെയിൽസിലുണ്ടാവുന്ന മാറ്റങ്ങൾ. ഇൻ അഡോളസെൻറ്റ് മെയിൽ ആൻഡ് ഫീമെയിൽസ് രണ്ടുപേരും ഒരുപോലെ കാണുന്നതാണ് സീവിയർ ഫേഷ്യൽ ആൻഡ് ബോഡി ആക്നെ. കണ്ടോ, ബോഡിയിൽ ഉണ്ടാവുന്ന വളരെയധികം സീവിയർ ആയിട്ട് ഒരു അസുഖം പോലെയാണ്, ഒരു സാധാരണ മുഖക്കുരു പോലെയല്ല, ഒരു അസുഖം പോലെ പല സ്ഥലത്തേക്കും സ്പ്രെഡ് ചെയ്ത്, കണ്ടോ, ഇങ്ങനെയൊക്കെ കാണും. പ്രീമേച്ചർ ക്ലോഷർ ഓഫ് ഗ്രോത്ത് സെൻറ്റേഴ്സ് ഓഫ് ദ ലോങ് ബോൺസ് റിസൾട്ടിങ് ഇൻ സ്റ്റണ്ടഡ് ഗ്രോത്ത്. അപ്പോൾ വളർച്ച മുരടിക്കും, ഒരു സ്റ്റണ്ടഡ് ഗ്രോത്ത് എന്ന അവസ്ഥയിലേക്കാണ് എത്തുക അഡോളസെൻറ്റ് ഏജിൽ ഇതൊക്കെ യൂസ് ചെയ്താൽ. പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ, എങ്ങനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ എങ്ങനെ കൺട്രോൾ ചെയ്യാം? അവോയ്ഡ് അൺഡ്യൂ പിയർ പ്രഷർ. അപ്പോൾ കുട്ടികൾ വല്ലാതെ അങ്ങനെ നിർബന്ധിക്കുന്ന ഒരു കൂട്ടുകെട്ടിൽ നിന്ന് കഴിയുന്നത് ഒഴിവാവുക. ദെൻ എഡ്യൂക്കേഷൻ ആൻഡ് കൗൺസിലിംഗ്. അങ്ങനെ ഒരു ആൾക്ക് അങ്ങനെ അതിലേക്ക് അടിമപ്പെട്ടു എന്ന്, അല്ലെങ്കിൽ സാധ്യതയുണ്ടെന്നൊക്കെ തോന്നിയാൽ, ഒരു ചെറിയ സൂചന തോന്നിയാൽ ഉടനെ ആൾക്ക് വേണ്ട കൗൺസിലിംഗ് കൊടുക്കുക, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ആസ് ബയോളജി സ്റ്റുഡൻസ് നിങ്ങളുടെ ഒരു ഡ്യൂട്ടി കൂടിയാണ്, സമൂഹത്തിനോട് ചെയ്യേണ്ട ഒരു നിങ്ങളുടെ ഉത്തരവാദിത്തം കൂടിയാണത്. ഹെൽപ്പ് ഫ്രം പാരൻസ് ആൻഡ് പിയേഴ്സ്. അപ്പോൾ മാതാപിതാക്കളെ അറിയിക്കുക, അവരുടെ സഹായത്തോടെയും കൂട്ടുകാരുടെ സഹായത്തോടെയും ഈ ആളെ നമ്മളതിൽ നിന്ന് പതുക്കെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുക. ലുക്കിംഗ് ഫോർ ഡേഞ്ചർ സൈൻസ്, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളതൊക്കെ പെട്ടെന്ന് ശ്രദ്ധിക്കുക, എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. സീക്കിംഗ് പ്രൊഫഷണൽ ആൻഡ് മെഡിക്കൽ ഹെൽപ്പ്. അപ്പം നമ്മൾ സ്വയം ട്രീറ്റ്മെൻ്റ് അല്ല, ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞ് വീട്ടുകാരെയൊക്കെ അറിയിച്ച് ആളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി പ്രോപ്പറായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക ആൾക്ക്. സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോവുക, സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോവുക. ദെൻ ഡി അഡിക്ഷൻ സെൻറ്റേഴ്സിൽ, ഈ അഡിക്ഷനെ ഒഴിവാക്കാനുള്ള സെൻറ്റേഴ്സിൽ റീഹാബിലിറ്റേഷൻ പ്രോഗ്രാംസ് ഇതിലൊക്കെ കൊടുക്കുക. അങ്ങനെ പതുക്കെ ആളെ നോർമലായിട്ട് കൊണ്ടെത്തിക്കുക. ഒരുവിധമൊക്കെ ശ്രദ്ധ തുടങ്ങി അവർക്ക് വേണ്ട സ്നേഹവും പരിചരണമൊക്കെ കിട്ടിക്കഴിയുമ്പോൾ തന്നെ മിക്കവാറും ആളുകൾ ഇതിൽ നിന്ന് പിന്മാറും. അപ്പോൾ ഇതൊക്കെയാണ് അഡോളസെൻ്റ് ഏജ് എന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. സോ വി ഹാവ് കംപ്ലീറ്റഡ് ദ ചാപ്റ്റർ.